നമസ്കാരം പ്രിയമുള്ളവരെ. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്ന വാർത്ത പ്രധാനമായി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശകലനം ഒരാഴ്ച മുമ്പ് ഞാൻ എൻ്റെ ചാനൽ നടത്തിയിരുന്നതാണ്. അപ്പോൾ ആളുകളൊക്കെ വന്നു പറഞ്ഞു, ഇത് ആവാഹിച്ചെടുത്ത ന്യൂസാണോ, ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ എവിടെയെന്നാണ്. പക്ഷേ അതിനുശേഷം കേരളത്തിലെ മിക്ക ദൃശ്യമാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മീഡിയ വൺ ആയാലും ഏഷ്യാനെറ്റ് ആയാലും ഒക്കെ. കാരണം ഇന്ത്യയിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ച വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അത് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ഒരു മേന്മ കൊണ്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് BJP ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തുന്ന ഭീഷണികൾ അതിജീവിക്കുവാൻ കോൺഗ്രസ്സിന് മാത്രമേ കഴിയൂ എന്ന ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ അതൊരു സത്യമായ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസ് ലയിക്കുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 2024 ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് ഒരിക്കലും BJP പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. BJP ഒരുപക്ഷെ 400-ലധികം സീറ്റുകൾ നേടി വലിയ അപ്രമാദിത്വത്തോടുകൂടി അധികാരത്തിലെത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. BJP അനുകൂലിക്കുന്ന മീഡിയകളുമൊക്കെ അത്തരത്തിലുള്ള പ്രചരണമാണ് നടത്തിയത്. രാജ്യസഭയിലും ലോക്സഭയിലും വലിയ അപ്രമാദിത്യം, ബില്ലുകളൊക്കെയും ഏകകണ്ഠമായിട്ട് BJPക്ക് പാസ്സാക്കിയെടുക്കുവാൻ കഴിയും. ഇപ്പോഴുള്ള മണ്ഡല പുനർനിർണയ ബില്ലായാലും വനിതാ ബില്ലായാലും അതുപോലുള്ള എല്ലാ ബില്ലുകളും BJPക്ക് ഇഷ്ടമനുസരിച്ച്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന BJPയുടെ സ്വപ്നമായാലും അതൊക്കെയും ജനാധിപത്യ രീതി ഇതുവരെ ഇന്ത്യ തുടർന്നു വന്ന രീതികൾക്കൊക്കെ വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. അതൊക്കെയും പാസ്സാക്കിയെടുക്കാം എന്ന് BJP വിചാരിച്ചിരുന്നു. പക്ഷേ 2024 തിരഞ്ഞെടുപ്പ് അത് BJPയെ സംബന്ധിച്ചും അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയായിരുന്നു. ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കി. ഒരുപക്ഷെ ഒവൈസിയുടെ പാർട്ടി 30-ലധികം സീറ്റുകളിൽ ഉത്തരേന്ത്യയിൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ചു കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയും ഇന്ത്യ നയിക്കുന്നത് ഇന്ത്യ മുന്നണിയുമായിരുന്നു. പക്ഷേ വ്യക്തമായ രാഷ്ട്രീയമായ ചില ചാണക്യ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലെ മുസ്ലിം വോട്ട് ബാങ്കുകൾ ഭിന്നിപ്പിക്കുവാനും നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും അധികാരത്തിൽ വരുവാനും BJPക്ക് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ BJPയെ സംബന്ധിച്ച് അവർക്ക് ലോക്സഭയിലും രാജ്യസഭയിലും ബില്ലുകൾ അവതരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ BJP പ്രതീക്ഷ കൈവരിച്ച ചില ബില്ലുകളൊക്കെ ലോക്സഭയിൽ പരാജയപ്പെടുന്നതാണ് നാം കണ്ടത്. പക്ഷേ BJP അത് ഓവർകം ചെയ്യാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ കാണുന്ന രാഷ്ട്രീയ നാടകങ്ങളൊക്കെയും അതുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും ഇന്നലെ ശിവസേനയുടെ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ 10 MPമാരുള്ളതിൽ 9 MPമാരുള്ളതിൽ അതിൽ 6 പേരും ഇപ്പോൾ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിലോട്ട് പോകുന്നു, ഉദ്ധവ് താക്കറെ ഉപേക്ഷിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ഒപ്പം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിലെ 29 MPമാർ ആകെയുള്ളതിൽ അതിൽ 20 പേരും BJPയിലേക്ക് പോകുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. NCP അതുപോലെ പിളരുന്നു. ശരത് പവാറിൻ്റെ ആ പാർട്ടിയിലെ ഭൂരിപക്ഷം MLAമാരും MPമാരും BJPയോടൊപ്പം നിൽക്കുന്ന NCP ലയിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെയും ആ പാർട്ടികളെ, പ്രത്യേകിച്ചും ഈ പാർട്ടികളൊക്കെയും തന്നെ ശിവസേന ഒഴിച്ച് ബാക്കി 2 പാർട്ടികളും കോൺഗ്രസിൻ്റെ പശ്ചാത്തലമുള്ള പാർട്ടിയാണ്. ശരത് പവാർ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് ലോക്സഭയിൽ. മമതാ ബാനർജി തൃണമൂലിൻ്റെ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്ന ആളാണ്. അപ്പോൾ അവരൊക്കെയും മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, ഇനി തങ്ങളുടെ പ്രാദേശിക പാർട്ടികളുമായി നിലനിന്നിട്ട് കാര്യമില്ല. കാരണം ആ പാർട്ടികളെയൊക്കെ BJP വിഴുങ്ങും. പ്രത്യേകിച്ചും ഉത്തരേന്ത്യ രാഷ്ട്രീയ ഭൂമിയിൽ നമുക്കറിയാവുന്നതാണ് BJPക്ക് ഒപ്പം ഉണ്ടായിരുന്ന ഒറീസയിലെ ബിജു ജനതാദൾ ആയാലും ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡ് ആയാലും അത് BJP ആ പാർട്ടികളെ പോലും തങ്ങളോടൊപ്പം, തങ്ങൾ ഒന്നുമല്ലാതിരുന്ന സമയത്ത് തങ്ങളെ ചേർത്ത് നിർത്തിയ പാർട്ടികളെയൊക്കെ BJP വിഴുങ്ങിയത് കൊണ്ട് തന്നെ തങ്ങളുടെ പാർട്ടിയെയും BJP വളരെ താമസിക്കാതെ തന്നെ നേതാക്കന്മാരെ ഒക്കെയും കുരുക്കും. അതുപോലെ തങ്ങളുടെ MPമാരെയും MLAമാരെയും ഒക്കെ BJP വിലക്കെടുക്കും, അല്ലെങ്കിൽ ഘടകകക്ഷികൾ ലയിപ്പിക്കുമെന്നൊക്കെയുള്ള യഥാർത്ഥ ഒരു ധാരണ അത്തരം പാർട്ടികൾക്ക് വന്നിട്ടുണ്ട്. മറ്റൊരാൾ ആന്ധ്രാപ്രദേശിലെ റെഡ്ഡിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ജഗ്മോഹൻ റെഡ്ഡിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. അദ്ദേഹവും കോൺഗ്രസ് പശ്ചാത്തലം ഉള്ള ഒരാളാണ്. രാജശേഖർ റെഡ്ഡിയും കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ്, അദ്ദേഹത്തിൻ്റെ മകനാണ്. അവിടെ ഉണ്ടായ ചില പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിലൊക്കെ അദ്ദേഹം കോൺഗ്രസ് വിട്ട് പ്രത്യേകിച്ച് ഒരു പാർട്ടി YSRCP എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തന്നെ പശ്ചാത്തലമുള്ള ഒരു പാർട്ടി ഉണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹവും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളും ആ സംസ്ഥാനത്തെ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ ജഗ്മോഹൻ റെഡ്ഡി കോൺഗ്രസിലേക്ക് വരുന്നു. അതുപോലെ മഹാരാഷ്ട്രയിൽ ശരത് പവാർ കോൺഗ്രസിലോട്ട് വരുന്നു. പശ്ചിമബംഗാളിൽ എടുക്കുകയാണെങ്കിൽ മമതാ ബാനർജി കോൺഗ്രസിലോട്ട് വരുന്നു എന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം PA സാഗ്മയുടെ മകൻ അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നു എന്ന ചില ചർച്ചകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്
പഴയ പ്രതാപത്തിലോട്ട് അല്ലെങ്കിൽ പോലും ഒരു 120 130 സീറ്റുകൾ എന്ന രീതിയിലേക്ക് തിരിച്ച് വരുന്ന ഒരു സംവിധാനം ഉണ്ടാകും എന്ന രീതിയിൽ ചർച്ചകൾ ഉരുത്തിരിയുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. BJP പ്രത്യേകിച്ചും അവർ ലക്ഷ്യമാക്കുന്നത് പ്രാദേശിക പാർട്ടികളെയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ BJPയോടൊപ്പം ഉണ്ടായിരുന്ന പ്രാദേശിക പാർട്ടികളൊക്കെ അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അസം ഗണപരിഷത്ത് അങ്ങനെ പ്രാദേശിക പാർട്ടികളൊക്കെയും ഇല്ലാതാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ തിരിച്ചറിവ് ഇത്തരം നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നുണ്ട്. BJP ഭരണത്തിൽ തുടർന്നാൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്കും ഒക്കെ പ്രശ്നമാകും എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു സംരക്ഷണം അവർക്ക് ലഭിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് വേട്ടയാടലുകളൊക്കെ ഉണ്ടായാൽ കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ അതിനെതിരെ പ്രതികരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ പ്രാദേശിക നേതാക്കന്മാരൊക്കെ നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ആളുകളൊക്കെയും കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നത് എന്ന വിശകലനം ഇന്ത്യയിലെ മിക്ക മാധ്യമങ്ങളും നടത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്നുകൂടി, ഇനി ഒരുപക്ഷെ രണ്ടു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി ചുറ്റിയായിരിക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം തെളിയുക എന്ന വിശകലനവും വരുന്നുണ്ട്. CPMൻ്റെ കഥ ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കേരളം കൂടി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് പശ്ചിമബംഗാൾ പൂർണ്ണമായും തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു. ത്രിപുരയിലും അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. 1 2 MP മാത്രമാണ് ലോക്സഭയിൽ അവർക്കുള്ളത്. ഇനി ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം BJPക്കും കോൺഗ്രസിനും ചുറ്റുമായിരിക്കും. പ്രാദേശിക പ്രസ്ഥാനങ്ങളൊക്കെയും അവർ ഇല്ലാതാകും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് വരുന്നത്. മറ്റൊന്ന്, എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ ഭാഷാ ന്യൂനപക്ഷങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ കോൺഗ്രസിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കും എന്ന രീതിയിലുള്ള ചർച്ചകളും വരുന്നുണ്ട്. പ്രത്യേകിച്ചും BJPയെ സംബന്ധിച്ച് അവർ ഹിന്ദി കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് എന്ന ചില ചർച്ചകളും മറ്റും കർണാടകയിലും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നു. പ്രാദേശികമായി അവർ മറ്റുള്ള ഭാഷകളെയൊക്കെയും തിരസ്കരിച്ചുകൊണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ചില ചർച്ചകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് പതിറ്റാണ്ടുകൾ അവർ ഇന്ത്യ ഭരിച്ചിട്ടും അത്തരം ഒരു അടിച്ച് ഏൽപ്പിക്കലുകൾ ഉണ്ടായിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ടുള്ള എല്ലാ മത വർഗ ഭാഷാ ന്യൂനപക്ഷങ്ങളെയും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു നേരത്തെയും കോൺഗ്രസ് നടത്തിയിരുന്നത് എന്ന ഒരു ധാരണയാണ് ചില പ്രാദേശിക ഘടകങ്ങളെയൊക്കെയും കോൺഗ്രസുമായിട്ട് അടുപ്പിക്കുന്നത് എന്ന ചർച്ചയും വരുന്നുണ്ട്. ഒരുപക്ഷെ ഒറീസയിൽ ബിജു ജനതാദൾ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായേക്കാം എന്ന രീതിയിലും ചർച്ചകൾ വരുന്നത് അതുകൊണ്ടാണ്. പ്രാദേശിക കക്ഷികൾ തങ്ങളുടെ ഭാഷാ പരമായ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ തണലിലേക്ക് വരുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നതും അതുകൊണ്ടാണ്. എന്തായാലും വരും മാസങ്ങളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്നുള്ള നിഗമനം തന്നെയാണ് വരുന്നത്. അത് ഒരുപക്ഷെ BJP വേഴ്സസ് കോൺഗ്രസ് എന്ന രീതിയിലേക്ക് മാറും. അതായത് മറ്റുള്ള പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പ്രസക്തി നഷ്ടമാകുന്ന ഒരു സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയം ഉണ്ടാകും എന്നു തന്നെയാണ് കൂടുതൽ വിശകലനങ്ങളും പുറത്തു വരുന്നത്. തൽക്കാലം ഈ വീഡിയോയുടെ വാങ്ങിയാണ്. മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.